ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ മാത്സ് ആനുവൽ എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെല്ലാം വന്ന ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1 സ്പോർട്സ് മീറ്റ് അല്ലേ. ദ പോയിന്റ് സ്കോർഡ് ബൈ 5 ഡിഫറെൻറ്റ് സ്കൂൾസ് ഇൻ സബ് ഡിസ്ട്രിക്ട് സ്പോർട്സ് മീറ്റ് ആർ ഗിവൺ ഇൻ ദ പിക്ചർ ഫോം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? യെസ്, ഉപജില്ലാ കായികമേളയിൽ 5 സ്കൂളുകൾക്ക് ലഭിച്ച പോയിന്റുകൾ ചിത്രരൂപത്തിൽ നമുക്കിവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് ഓരോന്നായി നോക്കാം. ഫസ്റ്റ് എ സ്കൂൾ നോക്കൂ. എത്ര പോയിന്റ്സ് ആണ് ലഭിച്ചിട്ടുള്ളത്? 46 ആണല്ലേ. സർക്കിളിൽ 10 പോയിന്റ് ഉണ്ട്, ദെൻ സ്ക്വയർ 5 പോയിന്റ് ആൻഡ് ട്രയാങ്കിൾ 3 പോയിന്റ് അല്ലേ. അപ്പോൾ നോക്കൂ, 3 10s, യെസ് 3 × 10 പറയുമ്പോൾ 30, ദെൻ 30 പ്ലസ് 2 സ്ക്വയേഴ്സ് ഇല്ലേ, അപ്പോൾ എത്രയായി? യെസ് 10. അപ്പം 30 പ്ലസ് 10 പ്ലസ് ദെൻ 2 3 അല്ലേ, 2 ത്രികോണമുണ്ട്, അപ്പോൾ എത്രയായി? 6. അപ്പോൾ 46 കിട്ടിയല്ലോ. ഇങ്ങനെ ഓരോന്നിൻ്റെയും നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് ദ സ്കൂൾ ഓഫ് സി ഡി ആൻഡ് ഇ. സിയുടെയും ഡിയുടെയും ഇയുടെയുമാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് നോക്കൂ, സി. എത്ര സർക്കിൾസ് ഉണ്ട്? 5 സർക്കിൾസ് അല്ലേ. അപ്പോൾ എത്ര പോയിന്റ് ആയിരിക്കും? 5 × 10, യെസ് 50. ദെൻ 2 ട്രയാങ്കിൾ ഉണ്ട്, അപ്പോൾ 3 + 3, യെസ് 6 ആയി. അപ്പോൾ എത്രയായി? 50 + 6, യെസ് 56. അപ്പോൾ സി നമ്മൾ കണ്ടെത്തിയല്ലേ. ദെൻ ഡി നോക്കാം. 3 സർക്കിൾസ് ഉണ്ടല്ലേ, ദെൻ 5 സ്ക്വയറുമുണ്ട്. 3 സർക്കിൾസ് എന്ന് പറയുമ്പോൾ യെസ് 3 × 10 30 കിട്ടി. ദെൻ 30 പ്ലസ് എത്ര എണ്ണമാണുള്ളത്? സ്ക്വയർ 4 അല്ലേ. 4 × 5, യെസ് 20. അപ്പോൾ 30 + 20, യെസ് 50. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സർക്കിൾസ് 3 ആണ്, അപ്പോൾ 3 × 10 30, ദെൻ സ്ക്വയർ 3 എണ്ണമാണുള്ളത് അല്ലേ. 3 × 5 15, ദെൻ ഒരു എന്തുണ്ട്? ട്രയാങ്കിൾ ഉണ്ട്, അപ്പോൾ ഒരു 3 കൂടിയും കൂട്ടണം അല്ലേ. അപ്പോൾ 30 പ്ലസ് യെസ് 3 സ്ക്വയർ അല്ലേ ഉള്ളത്, അപ്പോൾ 3 × 5, യെസ് 15 ആണല്ലേ. 3 × 5 15 ആണ്, അപ്പോൾ 30 + 15 + 8 എത്രയായി? 30 + 15 + 30 + 15, യെസ് 45. ദെൻ 45 + 3 48. ആൻസർ കിട്ടിയല്ലോ. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കാം. വിച്ച് സ്കൂൾ സ്കോർ ദ ഹയസ്റ്റ് പോയിന്റ്? വിച്ച് സ്കൂൾ സ്കോർ ദ ഹയസ്റ്റ് പോയിന്റ്? ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണ് കിട്ടിയിട്ടുള്ളത്? യെസ്, നമുക്കറിയാം എത്രയാണ്? 56 ആണല്ലേ. അത് ഏത് സ്കൂളാണ്? യെസ് സി. സ്കൂൾ സിക്കാണല്ലേ കിട്ടിയിട്ടുള്ളത്. ദെൻ വിച്ച് സ്കൂൾസ് ഗോട്ട് ദ സെയിം പോയിന്റ്? ഏതൊക്കെ സ്കൂളിനാണ് സെയിം പോയിന്റ് കിട്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതൊക്കെ സ്കൂളിനാണ്? നോക്കൂ, ഏതൊക്കെയാണ്? യെസ് ബിയും ഇയുമാണല്ലേ. 48 ആൻഡ് 48 കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സെയിം സ്കൂൾ സെയിം പോയിന്റ് കിട്ടിയ സ്കൂൾസ് ഏതൊക്കെയാണ്? ബിയും ഇയും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിനൂസ് ഷോപ്പ്. വിനു തൻ്റെ കടയിലേക്ക് വാങ്ങിയ ചില സാധനങ്ങളുടെ വിവരങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു. നോട്ട്ബുക്കിന് എത്രയാണ്? 500. ദെൻ നിരക്ക് 25 ആണല്ലേ. വില എന്ന് പറയുന്നത് എത്രയാണ്? അതെ 12,500 ആണ്. ദെൻ പേന 300, നിരക്ക് 8, വില 2,400. ദെൻ പെൻസിൽ 275, നിരക്ക് 3, വില 825. ദെൻ ഫയൽ 150 എണ്ണം, എത്ര നിരക്കാണ്? അതായത് രൂപ എത്രയാണ്? 20 രൂപയാണ്. എന്നാൽ വില അവിടെ എഴുതിയിട്ടില്ലല്ലേ. ഓക്കെ, നമുക്ക് നൽകിയിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഫയൽ വാങ്ങുന്നതിന് ആകെ എത്ര രൂപയായി? വാട്ട് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഹി സ്പെൻഡ് ഫോർ ബൈയിങ് ഫയൽ? നമുക്ക് എങ്ങനെ കണ്ടെത്താം? അതെ 150 × 20 അല്ലേ. നമുക്കറിയാം ഒരു ഫയലിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 20. അങ്ങനത്തെ എത്ര എണ്ണമുണ്ട്? ക്വാണ്ടിറ്റി എത്ര എണ്ണമാണ്? അത് 150 ആണ്. അപ്പോൾ നമ്മൾ കണ്ടെത്താൻ എന്ത് ചെയ്യാം? യെസ് 150 × 20 എത്രയാണ് നമുക്ക് കിട്ടുന്നത്? യെസ് 3000. ദെൻ നെക്സ്റ്റ് നോക്കൂ. ഫൈൻഡ് ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഫോർ ഓൾ ഐറ്റംസ്. എല്ലാ ഐറ്റംസിനും കൂടി സ്പെൻഡ് ചെയ്ത ടോട്ടൽ എമൗണ്ട് നമ്മളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ കണ്ടെത്തും? എല്ലാം കൂടി ആഡ് ചെയ്താൽ മതിയല്ലേ. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? യെസ് 18,725 അല്ലേ. 18,725 രൂപയല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. സി ക്വസ്റ്റ്യൻ എന്താണ്? വിനു ഗാവ് 20,000 rupees ടു ദ ഷോപ്പ് കീപ്പർ അല്ലേ. ദെൻ യൂസിങ് ദ ബാലൻസ് എമൗണ്ട് ഹി ബോട്ട് സം നെയിം സ്ലിപ്സ് ഓഫ് 5 rupees ഈച്ച്. ഹൗ മെനി നെയിം സ്ലിപ്പ് വുഡ് ഹി ഗെറ്റ്? എന്താണ്?
വിനു 20,000 രൂപ കടക്കാരന് കൊടുത്തു. ബാക്കി കിട്ടിയ തുകയ്ക്ക് 5 രൂപ വീത വില വരുന്ന നെയിം സ്ലിപ്പുകൾ വാങ്ങി. എത്ര നെയിം സ്ലിപ്പുകൾ കിട്ടുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വിനു 20,000 രൂപയല്ലേ കടക്കാരന് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ആകെ എത്ര രൂപയായിരുന്നു നമുക്ക് ആയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ എല്ലാ സാധനങ്ങളും കൂടി വാങ്ങാൻ. യെസ്, 18,725 രൂപയാണ്. അപ്പോൾ നമുക്ക് ബാക്കി എത്ര രൂപ ഉണ്ടാകുമെന്ന് കണ്ടെത്താമല്ലോ. യെസ്, 20,000 മൈനസ് 18,725 എത്രയാണ് ആൻസർ കിട്ടുന്നത്? അതെ, 1,275 രൂപയല്ലേ. ഇനി നമുക്കറിയാം ഒരു നെയിം സ്ലിപ്പിൻ്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? നോക്കൂ, ബാക്കി കിട്ടിയ തുകയ്ക്ക് 5 രൂപ വീതം വില വരുന്ന നെയിം സ്ലിപ്പുകളാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു നെയിം സ്ലിപ്പിൻ്റെ വില 5 രൂപയാണ്. നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ബാക്കി എത്ര രൂപയാണ് ഉള്ളത്? അതെ, 1,275 രൂപയാണല്ലേ. അപ്പോൾ ഈ 1,275 രൂപയ്ക്ക് എത്ര നെയിം സ്ലിപ്പുകൾ കിട്ടും? എങ്ങനെ കണ്ടെത്തും? അതെ, 1,275 ഹരിക്കണം 5 എത്രയാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്? യെസ്, 255 255. ഓക്കെ, ആൻസർ മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സംഖ്യാബന്ധമാണ്. നമ്പർ റിലേഷൻ. ഒബ്സർവ് ദ ടേബിൾ ഗിവൺ ബിലോ. നമ്പർ നമുക്ക് നൽകിയിട്ടുണ്ട്, LCM ഉം HCF നൽകിയിട്ടുണ്ട്. ഇതിനെന്താണ് ലാസ്റ്റ് കോളത്തിൽ എന്താണ്? LCM ഇൻറ്റു HCF. ഓക്കെ, നമുക്ക് മലയാളം മീഡിയം ഒന്ന് നോക്കാം. സംഖ്യകളും ചെറു പൊതുഗുണിതവും വൻ പൊതുഘടകവും. ദെൻ ചെറു പൊതുഗുണിതം ഇൻറ്റു വൻ പൊതുഘടകം. അതായത് നമ്മുടെ LCM HCF ആണ് പറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? പട്ടിക പൂർത്തീകരിക്കാനാണല്ലേ. ഓക്കെ, നോക്കൂ. കംപ്ലീറ്റ് ദ ടേബിൾ. 20, 30 അത് ലീസ്റ്റ് കോമൺ ഫാക്ടർ, അതായത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത് ഏതാണ്? അതായത് നമുക്കറിയാം 60 ആണ്. അതിൻ്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF എന്ന് പറയുന്നത് അത് 10 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? LCM ഉം HCF ഉം കൂടിയിട്ട് ഗുണിക്കാം. 60 × 10 600 എന്ന ആൻസർ കിട്ടി. നെക്സ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? 4ഉം 6ഉമാണ്. അതിൻ്റെ LCM എത്രയായിരിക്കും? അതെ, 12 ആയിരിക്കും അല്ലേ. LCM എത്രയാണ്? 12. അതിൻ്റെ HCF 2. ഇനി നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? LCM ഉം HCF ഉം തമ്മിൽ ഗുണിക്കാനാണല്ലേ. അപ്പോൾ 12 × 2 എത്രയാണ് ആൻസർ വരുന്നത്? അതെ, 24 ആണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. നമ്പേഴ്സ് ഏതൊക്കെയാണ്? 10ഉം 15ഉം ആണ്. അതിൻ്റെ LCM എത്രയായിരിക്കും നമുക്ക് കിട്ടുക? അത് നമുക്കറിയാം 30 ആണ് അല്ലേ. LCM എത്രയാണ്? 30. അതിൻ്റെ HCF അതെ 5 ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് LCM ഇൻറ്റു HCF കാണാമല്ലോ. 30 × 5 എത്രയാണ്? യെസ്, 150 150. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ് ആൻഡ് ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആൻഡ് ദ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ചെറു പൊതുഗുണിതവും വൻ പൊതുഘടകവും ഇവയുടെ ഗുണനഫലവും സംഖ്യകളുടെ ഗുണനഫലവും തമ്മിലുള്ള ബന്ധം എന്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൂട്ടുകാരൊന്ന് നോക്കൂ. ഫസ്റ്റ് നമ്പേഴ്സ് 20ഉം 30ഉമാണല്ലേ. അവയുടെ LCM × HCF നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 600 ആണ്. 20 × 30 എത്രയാണ്? അതെ, നമുക്കറിയാം എത്ര തന്നെയാണ്? അതെ, 600 തന്നെയാണല്ലേ. ദെൻ നോക്കൂ, 4ഉം 6ഉമാണ് നമ്പേഴ്സ്. 4 × 6 എത്രയാണ്? 24 ആണ്. അവയുടെ LCM ഉം HCF ഉം ഗുണിച്ച് നോക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അതെ, 24 തന്നെയാണല്ലേ കിട്ടിയിട്ടുള്ളത്. ദെൻ 10ഉം 15ഉം. 10 × 15 യെസ് 150. അതുപോലെ തന്നെ അതിൻ്റെ LCM ഉം HCF ഉം തമ്മിലുള്ള ഗുണനഫലവും എന്ത് തന്നെയാണ്? യെസ് 150 തന്നെയാണ്. അപ്പോൾ ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? അതെ, രണ്ടും തുല്യമാണല്ലേ. രണ്ടിൻ്റെയും ഉത്തരം നമുക്ക് സെയിം തന്നെയാണല്ലോ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം, രണ്ടും തുല്യമാണ്. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5 റിബൺ വീതിക്കാം. നമുക്ക് നോക്കാം. 40 മീറ്റർ നീളമുള്ള റിബൺ റസിയ, സീന, നിഷ എന്നിവർ വീതിച്ചെടുത്തു. റസിയയ്ക്ക് 16.5 മീറ്റർ റിബണും സീനയ്ക്ക് 13.4 അതായത് 13.1/4 മീറ്റർ റിബണും കിട്ടി. ബാക്കി ഭാഗം നിഷയ്ക്കും കിട്ടി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? റസിയയ്ക്കും സീനയ്ക്കും കൂടി ആകെ എത്ര മീറ്റർ റിബൺ കിട്ടി? നമുക്ക് എന്ത് ചെയ്താൽ മതി? കൂട്ടി നോക്കിയാൽ മതി അല്ലേ. 16 അതായത് 16.5 + 13.4 അല്ലേ. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 16ഉം 13ഉം കൂട്ടുമ്പോൾ 29. പിന്നെ അരയും കാലും എല്ലാം കൂട്ടുമ്പോൾ 3/4 അതായത് 3/4. 29 3/4. ഓക്കെ, ഇത് നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിബൺ ദാറ്റ് നിഷ ഗോട്ട്? നിഷയ്ക്ക് കിട്ടിയ റിബണിൻ്റെ ലെങ്ത് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കത് എങ്ങനെ കണ്ടെത്താം? നോക്കൂ,
40 മീറ്റർ നീളമുള്ള റിബൺ റസിയ, സീന, നിഷ എന്നിവർ വീതിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പം റസിയയും സീനയും കൂടിയിട്ട് ആകെ എത്രയാണ്? 29.75 നമ്മൾ കണ്ടെത്തി. 29.34. അപ്പോൾ നമുക്കറിയാം ആകെ ലെങ്ത് എത്ര? 40 മീറ്റർ അല്ലേ. അപ്പോൾ ആ 40-ൽ നിന്ന് 29.75 കുറച്ചാൽ നമുക്ക് ആരുടെ കിട്ടും? ആരുടെ? നിഷയുടെ റിബണിൻ്റെ ലെങ്ത് കിട്ടുമല്ലോ. ഓക്കെ, 40 - 29 3/4 ഈസ് ഈക്വൽ ടു എത്രയാണ്? 10 1/4 അല്ലേ. 10/4 നമുക്ക് ആൻസർ കിട്ടുന്നത്. 10 1/4. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഈക്വൽ ടു 3 1/2? നോക്കൂ, 3.5 തുല്യമായതിൽ ഏതാണ്? യെസ്, 7/2 അല്ലേ വരുന്നത്. 3 1/2 എന്ന് പറയുന്നത് അത് മിശ്രഭിന്നമാണ്. അത് സാധാരണ ഭിന്നത്തിലേക്ക് ആക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? അതെ, 7/2. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 6 ലെറ്റ്സ് മേക്ക് പെയേഴ്സ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. From the shaded pads of the given pictures, make pairs of equal fractions. Write down the equal fractions in the boxes given below. എന്താ പറഞ്ഞിട്ടുള്ളത്? തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ ഷെയ്ഡ് ചെയ്ത ഭാഗം നോക്കി ഒരേ ഭിന്നസംഖ്യ സൂചിപ്പിക്കുന്നവയെ ജോഡികളാക്കുക. കണ്ടെത്തിയ തുല്യ ഭിന്നങ്ങൾ ചുവടെയുള്ള കളങ്ങളിൽ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കണ്ടെത്താം. ഫസ്റ്റ് നോക്കൂ, ആകെ എത്ര ഭാഗങ്ങളാണുള്ളത്? 4 ഭാഗമാണുള്ളത്. അത് 2 എണ്ണത്തിനല്ലേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് എഴുതാം? അതെ, 2/4, അതായത് 4-ൽ 2 അല്ലേ. നെക്സ്റ്റ് എങ്ങനെയായിരിക്കും വരിക? 3/4 അല്ലേ. 4-ൽ 3 ഭാഗമല്ലേ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് 4/6, ദെൻ 2/6. ഇത് എളുപ്പമാണ്, കൂട്ടുകാർക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് കണ്ടെത്താം. 3/4, ദെൻ 1/4, ദെൻ 2/3, ദെൻ 1/2. ഇനി നമുക്ക് പേഴ്സ് ആക്കണമല്ലേ. ഓക്കെ, നോക്കൂ, എയും എച്ചും 2/4ഉം 1/2 എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ ഈക്വൽ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? യെസ്, ഡിയും എഫും 2/8ഉം 1/4ഉം ഈക്വൽ അല്ലേ. അതുപോലെ തന്നെ ബിയും ഇയും 6/8ഉം 3/4ഉം. ദെൻ സിയും ജിയും 4/6ഉം 2/3ഉം. ഓക്കെ, ദ നെക്സ്റ്റ് നോക്കാം. കംപ്ലീറ്റ് ദ പാറ്റേൺ. 1/2 + 1/2 ഈസ് ഈക്വൽ ടു 1. ദ നെക്സ്റ്റ് പാറ്റേൺ എങ്ങനെയാണ് വരുന്നത്? 1/2 + 1/4 + 1/4 + 1/4 ഈസ് ഈക്വൽ ടു 1. ഇനി അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം? 1/2 + 1/4 + നെക്സ്റ്റ് ഏതായിരിക്കും? അതെ, 1/8 + 1/8 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ അടുത്ത പാറ്റേൺ നമുക്ക് എഴുതാമല്ലോ. എങ്ങനെയാണ്? യെസ്, 1/2 + 1/4 + 1/8 + 1/16 + 1/16 ഈസ് ഈക്വൽ ടു യെസ് 1/16 ഈസ് ഈക്വൽ ടു 1. നെക്സ്റ്റ് നമുക്ക് എഴുതാം 1/2 + 1/4 + 1/8 + 1/16 + 1/32 + 1/32 ഈസ് ഈക്വൽ ടു 1. ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ എഴുതാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ ചെയ്തു അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.